Good morning all. Today we are discussing about the topic optical reflectance. Optical reflectance എന്ന് പറഞ്ഞ ടോപ്പിക്കിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡയലക്ട്രിക് ഫംഗ്ഷൻ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പാർട്ട് നോക്കാം. The dielectric function, which is denoted by epsilon of omega k, was introduced to describe the response of a crystal to an electromagnetic field. Dielectric function നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞ ടേം വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഫ്രീക്വൻസി ഒമേഗ ആൻഡ് വേവ് വെക്റ്റർ കെ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ റെസ്പോൺസ് ഓഫ് എ ക്രിസ്റ്റൽ ടു ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ക്രിസ്റ്റലിനുണ്ടാകുന്ന റെസ്പോൺസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ഡയലക്ട്രിക് ഫംഗ്ഷൻ. And it is depends on the electronic band structure of a crystal. ആ ക്രിസ്റ്റലിൻ്റെ ബാൻഡ് സ്ട്രക്ചർ അതുപോലെ തന്നെ അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ഡയലക്ട്രിക് ഫംഗ്ഷൻ വരുന്നത്. And the optical spectroscopy are very useful in the determination of the overall band structure of the crystal. Then the second paragraph. In the infrared, visible and ultraviolet spectral regions, the wave vector of the radiation is very small compared with the shortest reciprocal lattice vector, and therefore it may usually taken to be 0. നമ്മൾ ഇപ്പോൾ പറഞ്ഞതാണ് എപ്സിലോൺ ഓഫ് ഒമേഗ കെ. അതിൽ നമുക്ക് ഒമേഗയുടെ ഒരു ടേമും ഉണ്ട്, അതുപോലെ തന്നെ കെയും ഒരു ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എപ്സിലോൺ ഓഫ് ഒമേഗ 0 എന്ന് പറഞ്ഞ കണ്ടീഷനും അതുപോലെ തന്നെ എപ്സിലോൺ ഓഫ് 0 കെ എന്ന് പറയുന്ന കണ്ടീഷനും ഒക്കെ പ്ലാസ്മ ഒപ്റ്റിക്സിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ഡയലക്ട്രിക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് ഒമേഗയ്ക്ക് 0 എന്ന് കൊടുത്തും രണ്ടാമത്തെ കേസ് വേവ് വെക്റ്റർ 0 എന്ന് പറയുന്ന കണ്ടീഷനും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ചില റീജിയൻസിൽ ഇൻഫ്രാറെഡ്, വിസിബിൾ ആൻഡ് അൾട്രാവയലറ്റ് സ്പെക്ട്രൽ റീജിയൻസിലൊക്കെ വേവ് വെക്റ്റർ എന്ന് പറയുന്നത് വെരി സ്മോൾ ആണ്. അതുകൊണ്ട് എപ്സിലോൺ ഓഫ് ഒമേഗ കെ എന്ന് പറഞ്ഞ ടേമിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എപ്സിലോൺ ഓഫ് ഒമേഗ 0 എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. വേവ് വെക്റ്റർ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിംപ്ലി എപ്സിലോൺ ഓഫ് ഒമേഗ 0 എന്നതിന് പകരം എപ്സിലോൺ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ മതിയാവും. Then here we concerned about the real and imaginary parts of the dielectric function. നമ്മൾ ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്ന മെഷർമെൻറ്റ്സ് വഴി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഡയലക്ട്രിക് ഫംഗ്ഷനെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കുക എന്നുള്ള പ്രോസസ്സാണ്. അതായത് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിയൽ പാർട്ടുണ്ട് പ്ലസ് ഐ ഇൻറ്റു സെക്കൻഡ് പാർട്ട്, അതാണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ എപ്സിലോൺ ഓഫ് ഒമേഗേനെ നമുക്ക് ഏത് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം? എപ്സിലോൺ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എപ്സിലോൺ പ്രൈം ഓഫ് ഒമേഗ പ്ലസ് ഐ ഇൻറ്റു എപ്സിലോൺ ഡബിൾ പ്രൈം ഓഫ് ഒമേഗ, ആൻഡ് ഇറ്റ് ഓൾസോ റിട്ടേൺ ആസ് എപ്സിലോൺ 1 ഓഫ് ഒമേഗ പ്ലസ് ഐ എപ്സിലോൺ 2 ഓഫ് ഒമേഗ. ഫസ്റ്റ് ടേം റിയൽ പാർട്ട്, സെക്കൻഡ് ടേം ഇമാജിനറി പാർട്ട്. ഇതാണ് നമ്മുടെ എയിം, ഡയലക്ട്രിക് ഫംഗ്ഷനെ കോംപ്ലക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി അത് നമുക്ക് പോസിബിൾ ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ഡയലക്ട്രിക് ഫംഗ്ഷനെ ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡയലക്ട്രിക് ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ പകരം നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡയലക്ട്രിക് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഒപ്റ്റിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സാണ്. അത് നമ്മൾ ഡയറക്റ്റ്ലി മെഷർ ചെയ്തതിന് ശേഷം അതിനെ ഡയലക്ട്രിക് ഫംഗ്ഷനുമായിട്ട് കണക്റ്റ് ചെയ്ത് ഡയലക്ട്രിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? റിഫ്ലക്റ്റൻസ് ആർ ഓഫ് ഒമേഗ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. എപ്സിലോൺ ഓഫ് ഒമേഗയാണ് ഡയലക്ട്രിക് ഫംഗ്ഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ്ലി അക്സസിബിൾ ആയിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ ആ ഫോമിൽ തന്നെ പറയണം. ദാറ്റ് ഈസ് ഫസ്റ്റ് റിഫ്ലക്റ്റൻസ് ആർ ഓഫ് ഒമേഗ, then
the refractive index n of omega and the extinction coefficient k of omega. Extinction coefficient means the imaginary part of wave vector k. Wave vector എന്നാണ് നമ്മൾ നോർമലി പറയാറ്. ആക്ച്വലി അതിൻ്റെ വേവ് വെക്ടറിൻ്റെ ഇമാജിനറി പാർട്ടാണ് എക്സ്റ്റൻഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇത്രയും ഡയറക്റ്റ്ലി മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റാത്ത ഡയലക്ട്രിക് ഫംഗ്ഷനെ കണ്ടുപിടിക്കുന്നു. ദെൻ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് എഴുതുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് relate experimentally the observable quantities to the real and imaginary parts of the dielectric function. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. എക്സ്പെരിമെൻ്റലി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഈ 3 ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്തതിന് ശേഷം ഇതിനെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ ഡയലക്ട്രിക് ഫംഗ്ഷനുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഡയലക്ട്രിക് ഫംഗ്ഷൻ നമ്മൾ മെഷർ ചെയ്ത് എടുക്കുന്നു. വേറെ ഒരു പോസിബിലിറ്റീസും ഇല്ല നമുക്ക് ഡയലക്ട്രിക് ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എന്താണ് ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റൻസ് എന്ന് നോക്കാം. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ക്വാണ്ടിറ്റിയാണ് ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റൻസ്. അത് നമ്മൾ ലൈറ്റ് ഒരു നോർമൽ ഇൻസിഡൻസ്, ലൈറ്റിൻ്റെ നോർമൽ ഇൻസിഡൻസ് ആണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റൻസ് അല്ല, റിഫ്ലക്റ്റിവിറ്റി കോഎഫിഷ്യൻറ്റ് സ്മോൾ ആർ ഓഫ് ഒമേഗയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്മോൾ ആർ ഓഫ് ഒമേഗ റിഫ്ലക്റ്റിവിറ്റി കോഎഫിഷ്യൻ്റ് ആണ്. ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റൻസ് ക്യാപിറ്റൽ ആർ ഓഫ് ഒമേഗയാണ്. ദെൻ ആർ ഓഫ് ഒമേഗ, സ്മോൾ ആർ ഓഫ് ഒമേഗ ഈസ് ഓൾസോ എ കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അറ്റ് ദ ക്രിസ്റ്റൽ സർഫസ് ആസ് എ റേഷ്യോ ഓഫ് ദ റിഫ്ലക്റ്റഡ് ഇലക്ട്രിക് ഫീൽഡ് E reflected to the incident electric field E incident. നമ്മൾ എടുത്തിരിക്കുന്ന ഡയലക്ട്രിക് ഫംഗ്ഷനെ കോംപ്ലക്സ് ഫോമിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റീസും കോംപ്ലക്സ് ഫോമിൽ തന്നെ വേണം. ഇനി ആർ ഓഫ് ഒമേഗ, സ്മോൾ ആർ ഓഫ് ഒമേഗ റിഫ്ലക്റ്റിവിറ്റി കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇ റിഫ്ലക്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇ ഇൻസിഡൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു സ്മോൾ ആർ ഓഫ് ഒമേഗ ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണല്ലോ. ഈ റിഫ്ലക്റ്റൻസ് ബൈ ഈ ഇൻസിഡൻസ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. അതുപോലെ ആർ ഓഫ് ഒമേഗ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനാണ്. നമ്മൾ സാധാരണയായിട്ട് കോംപ്ലക്സ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യാറുണ്ട്. ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന ഫോമിൽ, വേറെ ആർ എസ് ആംപ്ലിറ്റ്യൂഡ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ റോ ഓഫ് ഒമേഗ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഐ തീറ്റ ഓഫ് ഒമേഗ എന്ന് എക്സ്പ്രസ് ചെയ്യുന്നു. വിച്ച് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 1, where we have separated the amplitude rho of omega. The amplitude part ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് പോലെ ആംപ്ലിറ്റ്യൂഡിൻ്റെ പാർട്ട് കോംപ്ലക്സ് ഫംഗ്ഷനാണ്, കോംപ്ലക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് തീറ്റ ഓഫ് ഒമേഗ ഇസ് ദ ഫേസ് കമ്പോണൻറ്റ് ഓഫ് ദ റിഫ്ലക്റ്റിവിറ്റി കോഎഫിഷ്യൻറ്റ്. അങ്ങനെ നമ്മൾ റിഫ്ലക്റ്റിവിറ്റി കോഎഫിഷ്യൻറ്റ് ആർ ഓഫ് ഒമേഗയ്ക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ദെൻ അതിലെ ഈ റിഫ്ലക്റ്റൻസും ഈ ഇൻസിഡൻസും നമുക്ക് എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസ് ആണ്. ദെൻ അവർ നെക്സ്റ്റ് പാരാമീറ്റർ ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് എൻ ഓഫ് ഒമേഗ ആൻഡ് ദ എക്സ്റ്റൻഷൻ കോഎഫിഷ്യൻറ്റ് കെ ഓഫ് ഒമേഗ. ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് ആർ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ഐ കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് ഐ കെ പ്ലസ് 1. ഇതിൽ 3 ക്വാണ്ടിറ്റീസും വന്നിട്ടുണ്ട്. എൻ വന്നിട്ടുണ്ട്, കെ വന്നിട്ടുണ്ട്, ആർ വന്നിട്ടുണ്ട്. ഈ 3 ക്വാണ്ടിറ്റീസും നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ദെൻ ബൈ ഡെഫിനിഷൻ എൻ ഓഫ് ഒമേഗ ആൻഡ് കെ ഓഫ് ഒമേഗ ആർ റിലേറ്റഡ് ടു ദ ഡയലക്ട്രിക് ഫംഗ്ഷൻ എപ്സിലോൺ ഓഫ് ഒമേഗ ബൈ എപ്സിലോൺ ഓഫ് ഒമേഗയും അതുപോലെ തന്നെ എന്നും കെയും കൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിൽ റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പ്രഷനാണ്. നമുക്ക് ഓൾറെഡി അറിയാം എൻ ഇസ് ഈക്വൽ ടു C0 ബൈ സി ആൻഡ് C0 is equal to mu0 mu r epsilon 0 epsilon r all raised to 1/2 divided by mu0 epsilon 0 the whole raised to 1/2. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ
ഡയലറ്ററി ഫംഗ്ഷനും എന്നും കൂടെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് n = εr the whole raised to 1/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൂട്ട് ഓഫ് എപ്സിലോൺ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു n ഓഫ് ഒമേഗ. n ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ n കൊടുത്തത്, സ്മോൾ എന്നിന് പകരം ക്യാപിറ്റൽ n കൊടുത്തിരിക്കുന്നത്. എന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. n ഓഫ് ഒമേഗ പ്ലസ് i k ഓഫ് ഒമേഗ കോംപ്ലക്സ് ഫോമിൽ ഉള്ള ഒരു ഫംഗ്ഷനാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. n is equal to C0/C which is equal to epsilon r the whole raised to 1/2. ഈ ഒരു റിലേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് r ഓഫ് ഒമേഗ, സ്മോൾ r ഓഫ് ഒമേഗ എക്സ്പ്രഷൻ കിട്ടി. ദെൻ r ഓഫ് ഒമേഗയും എന്നും കെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ കിട്ടി. ദെൻ എന്നും കെയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നും മനസ്സിലായി. ആൻഡ് എപ്സിലോൺ ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യാം. എപ്സിലോൺ പ്രൈം ഓഫ് ഒമേഗ പ്ലസ് എപ്സിലോൺ ഡബിൾ പ്രൈം ഓഫ് ഒമേഗ, i ഇൻറ്റു എപ്സിലോൺ ഡബിൾ പ്രൈം ഓഫ് ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ നമ്മൾ ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റൻസ് സ്മോൾ r ആണ് കണ്ടത്. ഇനി റിഫ്ലക്റ്റിവിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആക്ച്വലി റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത് സ്മോൾ ആറിൻ്റെ മോഡുലസ് ആണ്. അപ്പം ഇ സ്റ്റാർ ഇ, ക്യാപിറ്റൽ R is equal to E star reflectance into E reflectance divided by E star incidence into E incidence which is equal to R star R. Small r star small r ആണ്, ക്യാപിറ്റൽ R which is equal to റോ സ്ക്വയർ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് അത് റോ സ്ക്വയർ ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ്. ക്യാപിറ്റൽ R കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ r കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ തീറ്റ ഓഫ് ഒമേഗയാണ് കണ്ടുപിടിക്കാൻ ഉള്ള മറ്റൊരു ക്വാണ്ടിറ്റി. അപ്പോൾ അത് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്നാണ് നമ്മൾ ക്രാമേഴ്സ് ക്രോണിംഗ് റിലേഷനിൽ പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും എന്ത് കൺക്ലൂഷനിൽ എത്താൻ പറ്റും എന്ന് നോക്കാം. അതായത് once we know both r of omega and theta of omega, we can proceed by equation 2 to obtain n of omega and k of omega. We use these in equation 3 to obtain epsilon of omega is equal to epsilon prime of omega plus I into epsilon double prime of omega, where epsilon prime of omega is the real part and epsilon double prime of omega is the imaginary part of the dielectric function. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് നിർത്തിയിരിക്കുന്ന ഇക്വേഷൻ റിഫ്ലക്റ്റൻസ് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ ക്യാപിറ്റൽ Rഉം R ഓഫ് ഒമേഗയും തീറ്റ ഓഫ് ഒമേഗയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ 2ൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻ 2 നോക്കുക, ഇത് സ്മോൾ r ഓഫ് ഒമേഗയുടെ ഇക്വേഷൻ ആണ്. അപ്പം ക്യാപിറ്റൽ R കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ Rഉം തീറ്റയും, R ഓഫ് ഒമേഗയും തീറ്റ ഓഫ് ഒമേഗയും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ R ഓഫ് ഒമേഗ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്മോൾ r ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ സ്മോൾ r സ്റ്റാർ ഇൻറ്റു സ്മോൾ r ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതും എന്നും കെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് 3 ക്വാണ്ടിറ്റീസിനെയാണ് കണക്ട് ചെയ്യേണ്ടത്: റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിഫ്ലക്റ്റിവിറ്റി ആൻഡ് എക്സ്റ്റൻഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പം ക്യാപിറ്റൽ R കിട്ടി, അതിൽ നിന്ന് നമ്മൾ സ്മോൾ r കണ്ടുപിടിച്ചു. സ്മോൾ r കിട്ടിക്കഴിഞ്ഞാൽ ഈ റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണോ അൺനോൺ ആയിട്ടുള്ളത്, n ആണെങ്കിൽ അത്, k ആണെങ്കിൽ k, അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലാസ്റ്റ് ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ n ഓഫ് ഒമേഗ അറിയാം, k ഓഫ് ഒമേഗ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എപ്സിലോൺ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എപ്സിലോൺ ഓഫ് ഒമേഗ ഓൾ റേസ്ഡ് ടു 1/2 കിട്ടും. അപ്പം ഈ 3 ക്വാണ്ടിറ്റീസിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എക്സ്പ്രഷൻസ് ഫോം ചെയ്തിട്ട് അതിനെ
നമ്മളെ എന്തിലേക്ക് എത്തിക്കുന്നു? ഡയലറ്ററി ഫംഗ്ഷനിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഡയറക്റ്റ്ലി മെഷറബിൾ അല്ലാത്ത ഡയലറ്ററി ഫംഗ്ഷനെ നമ്മൾ എക്സ്പെരിമെൻ്റലി മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതാണ് ഒപ്റ്റിക്കൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞ ഈ പോർഷനിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ക്യാപിറ്റൽ R കണ്ടുപിടിക്കുന്നു. ക്യാപിറ്റൽ ആറിൽ നമ്മൾ സ്മോൾ r കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ അൺനോൺ ആയിട്ടുള്ള എന്നും കെയും അല്ലെങ്കിൽ ഏതാണോ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അത് കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം എപ്സിലോൺ ഓഫ് ഒമേഗ കിട്ടും. എപ്സിലോൺ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൈൻഡ് ഫോം ഓഫ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. ഒരു കോംപ്ലക്സ് ആണ്. എപ്സിലോൺ പ്രൈം ഓഫ് ഒമേഗയെ അതുപോലെ തന്നെ എപ്സിലോൺ ഡബിൾ പ്രൈം ഓഫ് ഒമേഗയെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി തീറ്റ ഓഫ് ഒമേഗ കണ്ടുപിടിക്കുന്നത് ക്രാമേഴ്സ് പോണിംഗ് റിലേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.